ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കർക്കിടകമല്ലേ, അപ്പോൾ ഒരു കർക്കിടക സ്പെഷ്യലായിട്ട് ഒന്നുണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എൻ്റെ വീഡിയോ കൂടുതൽ കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങളുടെ അടുത്ത് തന്നെ ഇപ്പോൾ കർക്കിടക മാസം ആയത് കാരണം മഴയും വെള്ളമൊക്കെ ആയത് കാരണം ഇഷ്ടം പോലെ ചേമ്പ് ഇങ്ങനെ പിടിച്ചു നിൽപ്പുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മുടെ കഥാനായകനായ ചേമ്പിൻ്റെ കാട്ടുചേമ്പിൻ്റെ തണ്ട് താളുകറിയാണ് ഇന്നത്തെ സ്പെഷ്യലി. അപ്പോൾ ഈ കർക്കിടകത്തിൽ ഇങ്ങനെ താളുകറി ഒക്കെ വെച്ച് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോഴാണ് ഈ താളിന് ഗുണങ്ങളുള്ളത്. അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല, ചൊറിച്ചിലായിരിക്കും. ഈ സമയത്ത് പച്ചില വർഗത്തിൽപ്പെട്ടതും ചേമ്പ്, താള് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഔഷധ ഗുണം കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇതിൻ്റെ ഇതൊക്കെ കീന്തി കളയാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് കൈക്ക് ചൊറിച്ചിലുണ്ടാവും. വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ചൊറിയും. അതുകൊണ്ട് ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കീന്തിപ്പറിച്ചൊക്കെ കളഞ്ഞ് നന്നായിട്ട് എടുക്കുകയാണ് കേട്ടോ. എല്ലാം എടുത്തത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മുടെ കുനുകുനാന്നങ്ങനെ അരിഞ്ഞെടുക്കണം. നന്നായിട്ട് ചെറിയ പീസുകളായിട്ട് അത് ഞാൻ കൂട്ടി പിടിച്ച് വെച്ച് അരിഞ്ഞൊക്കെ നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. ഈ താളിന് ഔഷധ ഗുണങ്ങൾ ഏറെ ഉണ്ടെന്ന് പറഞ്ഞാൽ ധന്വന്തരി ക്ഷേത്രം, മരുത്തോർ വട്ടം, ചേർത്തല ധന്വന്തരി ക്ഷേത്രത്തിൽ കർക്കിടക കഞ്ഞിയോടൊപ്പം ഈ താള് കറിയാണ് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത്. അവിടെ പോയി കഴിച്ചവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും, എന്നാലും ഞാൻ പറയുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനെയുള്ള കറികളൊക്കെ വെച്ച് കഴിക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് ഞാൻ ഇവിടെ കാണിച്ചു തരികയാണ്. അപ്പോൾ കുനുകുന അരിഞ്ഞെടുത്തിട്ടും നമ്മുടെ ചെറിയ ഉള്ളി എടുത്ത് അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അതും ഈ താളും കൂടെയാണ് എടുക്കേണ്ടത്. അതിന് വേണ്ടി പച്ചമുളകൊക്കെ അരിഞ്ഞ് എല്ലാം എടുത്ത് കുറച്ച് വേപ്പിലയും എല്ലാം കൂടി കൂട്ടി ആ ചട്ടി നടത്തി വെച്ച് നമുക്കൊന്ന് അത് വാട്ടിയെടുക്കണം. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവായും പൊട്ടിച്ച് എടുത്തിട്ടാണ് ഇത് ഇട്ട് ആ വറയിലേക്ക് വേണം ഇതിട്ട് കൊടുത്തിട്ട് ആ വറയിൽ കിടന്ന് വേണം ഇതൊന്ന് വാടി നന്നായിട്ട് വരാനായിട്ട്. ഉലുവയും കടുകൊക്കെ പൊട്ടി വന്നപ്പോഴേക്കും ഞാൻ പിന്നെ ആ ഉള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് ഇട്ട് വഴറ്റി അതിൻ്റെ കൂടെ ഈ താളും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തു. അങ്ങനെ അത് നന്നായിട്ട് അവിടെ കിടന്ന് വാടി വരുമ്പോഴേക്കും കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കണം. തേങ്ങ വറുത്തരച്ചാണ് ഇതിന് ചേർക്കണം. നല്ല സൂപ്പറായിരിക്കും കേട്ടോ. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ട് ഞാൻ ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തേങ്ങ ചിരണ്ടി എടുക്കട്ടെ ഞാനൊന്ന്. അങ്ങനെ ആ തേങ്ങ ഒരു മുറി അങ്ങോട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതെടുത്ത് ഇനി വറുത്തെടുക്കണം. അതിന് വേണ്ട വേപ്പില, വെളുത്തുള്ളി, ജീരകം ഈ സാധനങ്ങളൊക്കെ ഇട്ട് ഒന്ന് വറുത്തെടുക്കട്ടെ. അപ്പോഴേക്കും ഇത് വാടിയിട്ടുണ്ട്. അത് ഇറക്കി താഴെ വെച്ചിട്ടാണ് അടുത്ത ചട്ടി വെച്ച് ഞാൻ ഇത് വറുക്കാൻ വെച്ചത്, തേങ്ങ വറുക്കാൻ വെച്ചത്. അപ്പോൾ ചെമ്പും താള് വാടിയത് അവിടെ മാറ്റി വെച്ച്. അങ്ങനെ ഇനി ഇതൊന്ന് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കണം. അപ്പോഴേക്കും അതിന് വേണ്ട പൊടികൾ ചേർക്കാനുള്ളതൊക്കെ എടുത്ത് നമുക്ക് വെക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങളും പിന്നെ കായപ്പൊടിയും കൂടെ ചേർക്കും കേട്ടോ. കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേണം ഇത് നമുക്ക് വറുത്തെടുത്ത് അരച്ചെടുക്കാനായിട്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും സാധനം ഞാനിട്ട് കായപ്പൊടിയും കൂടി ഇട്ട് എന്നിട്ട് അത് ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും റെഡിയായി. ഇനി ആറിക്കഴിഞ്ഞപ്പോൾ ഒരു മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കണം കേട്ടോ. പുളിവെള്ളം ഇതിന് ചേർത്ത് കൊടുക്കണമെന്ന് പുളിവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അരച്ചെടുത്തിട്ടും അത് അടുത്തത് നമുക്ക് ആ താള് വാട്ടി വെച്ചിരിക്കുന്നതെടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ബാക്കി നമുക്ക് അരച്ചേക്കണം അരപ്പും കൂടെ അങ്ങോട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ താള് കറി ഇവിടെ റെഡി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം കേട്ടോ. ഉപ്പും കൂടെയൊക്കെ നോക്കണേ. പുളിയും ഉപ്പുമൊക്കെ നോക്കിയിട്ട് വേണം, പോരാത്തതൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്ത്
അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ നല്ല രുചിയേറുന്ന താളുകറി ഇവിടെ റെഡിയായി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.